Game on! Now game on with Kiko and get your power mode on. If you have not experienced the same, download the game. Available on Google Play. കൊച്ചലിയ എനിക്കൊരു ലോക്കർ വേണം. എടാ പക്ഷെ നീ ലോക്കർ വെച്ച് എന്ത് ചെയ്യാനാ? എനിക്കിതാ ഈ ബോക്സ് വെക്കാനാ. അല്ല ഈ ബോക്സിനകത്ത് എന്താണ്? വിലപിടിപ്പുള്ള ഒരു വസ്തുവാണ്. അതെനിക്കൊന്ന് സൂക്ഷിച്ചു വെക്കാനാ. എന്നാ വാ നമുക്ക് കാട്ട്കർ മേഡത്തിനോട് പറയാം. മേഡം ഇത് സ്വന്തം ലോക്കറിൽ വെച്ചോളും. സംശയമുണ്ടോ? വേണ്ട, എനിക്ക് സ്വന്തമായിട്ടൊരു ലോക്കർ വേണം. എനിക്ക് എപ്പോഴും മേഡത്തിനോട് ലോക്കർ തുറക്കാൻ പറഞ്ഞ് മേഡത്തിന് ഡിസ്റ്റർബ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ സംശയം വേണ്ട. എന്താ തൽക്കാലം നീ ഈ ബോക്സ് വീടിനകത്ത് വെക്ക്. എന്തിനാ വെറുതെ എപ്പോഴും ലോക്കർ തുറക്കുന്നത്? പക്ഷെ ആരെങ്കിലും ഇത് മോഷ്ടിച്ചു കൊണ്ടുപോയാലോ? പക്ഷെ മറ്റുള്ളവരെന്തിനാ ഈ പെട്ടി മോഷ്ടിക്കുന്നത്? ഒച്ച ഉണ്ടാക്കല്ലേ, ആരെങ്കിലും കേൾക്കും. ആരും ഈ ബോക്സ് ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം അറിയാൻ പാടില്ല. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അഥവാ അത്രക്ക് ഇമ്പോർട്ടന്റ് ആണെങ്കിൽ ഇത് വീട്ടിനകത്ത് തന്നെ ഒളിപ്പിച്ച് വെച്ചേക്ക്. താങ്ക് യു ഫോർ ദ ഐഡിയ കൊച്ചലിയ. ആ പെട്ടി നമ്മൾ ഉറപ്പായിട്ട് കൈക്കലാക്കിയിരിക്കും. വിലപിടിപ്പുള്ള വസ്തുക്കൾ നമ്മുടെ കയ്യിലിരിക്കട്ടെ, അത് നമ്മൾ അടിച്ചു മാറ്റിയിരിക്കും. എനിക്ക് ആ ബോക്സ് കിട്ടിയേ പറ്റൂ. നമുക്ക് അപ്പൊ നമുക്ക് ഇന്ന് തന്നെ പണി തുടങ്ങാം. അപ്പൊ ബോക്സിലുള്ള വിലപിടിപ്പുള്ള വസ്തു നമുക്ക്. ഇത് സ്റ്റോർ റൂം ആണല്ലോ കൊണ്ടോ. അതെ, ഇത് കണ്ടിട്ട് ഒരു ആക്രിക്കട പോലെ ഉണ്ട്. സത്യത്തിൽ ഇവിടെ ആ പെട്ടി ഉണ്ടാകുമോ? നിനക്കറിയില്ലേ ചെടിയിലെ താമര ഉണ്ടാവും. അതിന് താമര വെച്ച് നമ്മൾ എന്ത് ചെയ്യാനാ? ഒരു ചൊല്ലു പറഞ്ഞതാ. വാ അകത്തേക്ക് പോകാം. ബോക്സ്, സത്യത്തിൽ നീ ഇവിടെ സുരക്ഷിതനായിരിക്കും. നീ ഒരു പാഴ്വസ്തുവാണെന്ന് എല്ലാരും വിചാരിക്കുള്ളൂ. ഐ ആം വെരി ഇന്റലിജന്റ്. കൊള്ളാം, പെട്ടി സ്വയം നടന്ന് നമ്മുടെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്. എടാ, അതിനാ പെട്ടി നടന്നല്ല വന്നത്, ആ പൂച്ച കൊണ്ട് വെച്ചിട്ട് പോയതാ. മനസ്സിലായോ? നിനക്ക് മുടി മാത്രമേ ഉള്ളൂ, ബുദ്ധി വട്ട പൂച്ചയാണ്. ഇനി ഇത് തുണി എന്താ മാറാത്തത്? ഞാൻ നോക്കാം. ഈ തുണി ഞാൻ വലിച്ചു കീറി എടുക്കും. അയ്യോ മണ്ടു, നിനക്കെന്താ പറ്റിയത്? പെട്ടി തട്ടി ബോധം പോയോ? നിന്റെ തലയ്ക്ക് താൽ താമസമില്ലേ? ആ പെട്ടി അവിടെ ഇട്ടിട്ടാണോ വന്നത്? എടാ, ആ ബോക്സ് ഞാൻ എടുത്തിരുന്നെങ്കിൽ നിന്നെ ആരെടുക്കുമായിരുന്നു? എന്നാലും കുഴപ്പമില്ല. ഇനി ആ ബോക്സ് എന്റെ കയ്യിൽ എത്തുന്നത് വരെ എനിക്ക് വിശ്രമമില്ല. അതെ, ഇങ്ങനെ പേടിക്കാൻ ഞാൻ കല്യാൺകാട്ട് നീലൊന്നുമല്ല. സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുത്തിട്ട് വരുവാ ഞാൻ. നിങ്ങൾ ഇതൊക്കെ വൃത്തിയാക്കിക്കോ. ഞാൻ പുറത്തു പോയി ഒരു ക്യാറ്റ് വാക്ക് ഒക്കെ നടത്തിയിട്ട് വരാം. ഓക്കേ, ചെന്ന് ഗാർഡനിൽ നന്നായിട്ട് എൻജോയ് ചെയ്യേ. ബൈ. നിനക്കൊന്നും പറ്റിയല്ലോ ബണ്ണി. സോറി, ഈ ബോക്സ് ഇവിടെ കിടക്കുകയായിരുന്നു. ഈ പഴയ ബോക്സ് പുറത്തേക്ക് കളഞ്ഞേക്ക്. വേണ്ട, ഇത് ആ ബോക്സ് ആണ്. ഇതിനെ ഞാൻ ഒളിപ്പിച്ചു വെച്ചത്. ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനം ഉണ്ട്. എടാ, അത് ഒളിപ്പിച്ച് വെക്കുവാണെങ്കിലേ അത് മുകളിലെ റൂമിൽ വെച്ചാ പോരെ. ഇവിടെ എന്തിനാ വെക്കുന്നേ? ശരി, മുകളിലത്തെ മുറിയിലാണല്ലേ. നിങ്ങളിവിടെ വൃത്തിയാക്ക്. ഞാൻ ടെറസിൽ പോയി ഉണങ്ങിയ തുണികളൊക്കെ എടുത്തോണ്ട് വന്നേക്കാം. കൊണ്ടോ, ഞാൻ മുകളിലേക്ക് പോവുകയാണ്. വേണ്ട മണ്ടു, നിനക്ക് മുകളിൽ പോവാൻ മാത്രം പ്രായമായില്ലല്ലോ. ഇടി മരക്കഴുതേ, ഞാൻ മുകളിലത്തെ മുറിയിലേക്ക് പോവുകയാണ്. മുകളിലത്തെ മുറി. പറന്നാണോ പോകുന്നത്? ഏണി എവിടെയാണ്? ഇന്ന് ഞാൻ ആ ബോക്സ് അടിച്ചു മാറ്റും.
Game on. Now game on with Kiko. And get your power mode on. If you have not experienced the same, download the game. Available on Google Play. എനിക്കെന്താ സംഭവിക്കുന്നത്? എന്തായാലും ഇത് രക്ഷപ്പെട്ടു. മണ്ടു സ്മാർട്ടാണല്ലോ. എത്ര പെട്ടെന്നാ ടെറസിന്റെ മണ്ടയിൽ എത്തിയത്. ഞാനും ഏണി വഴി ടെറസിന്റെ മണ്ടയിൽ എത്തും. പെട്ടിയോ അടിച്ചു മാറ്റും. എടാ, നീ എന്താ കിടന്ന് ഉറങ്ങുന്നത്? എഴുന്നേക്ക്. ടെറസിന്റെ മുകളിൽ എത്തിയിട്ടും നീ എന്താ ബോക്സ് എടുക്കാരുതേ? ആ റൂമും ടെറസിന്റെ അടുത്ത് തന്നെ ആയിരുന്നില്ലേ? ആ കാര്യം ഞാൻ ആലോചിച്ചതേ ഇല്ല. ബാ, തിരിച്ചു പോകാം. ഇപ്പൊ ശരിയാക്കി തരാം. ഇനി മോഷ്ടിക്കണ്ട, നമുക്ക് മറ്റൊരു വഴി നോക്കാം. നമ്മൾ ആ പൂച്ചയെ കിഡ്നാപ്പ് ചെയ്യും. പകരമായിട്ട് ആ ബോക്സ് ചോദിക്കാം. ഇന്ന് ഞാൻ 6 അടിക്കുന്നത് നിങ്ങൾ കണ്ടോ? എടാ കുട്ടിയും കോലും കളിക്കുന്നവനെ, നീ ബോൾ എന്നേ തൊട്ട് കാണിക്കേ. ഹണി, ബോൾ ക്യാച്ച് പിടിക്കേ. സോറി. അല്ല, ഇപ്പോഴല്ലേ ബോൾ കൊണ്ടത്? ഇത്ര പെട്ടെന്ന് പ്ലാസ്റ്റർ കിട്ടോ? ഈ പ്ലാസ്റ്റർ നേരത്തെ ഉണ്ടായിരുന്നോ? ഇതാ പിടിച്ചോ നിങ്ങളുടെ ബാറ്റ്. താങ്ക് യു. ബോൾ എവിടെ പോയി? മണ്ടു, നീ ഇനി എന്നെ ഒരിക്കലും മണ്ടി എന്ന് വിളിക്കില്ല. നീ എന്നോട് പറഞ്ഞില്ലേ എടുക്കെന്ന്. ഞാൻ എടുത്തു. അടിപൊളി, അതെന്തായാലും കലക്കി. എന്നിട്ട് എവിടെയാ? ദാ നോക്ക്, ഞാൻ പറഞ്ഞതുപോലെ ചെയ്തു. ഇടി മരമണ്ടി, ഈ ബോളല്ല, ആ പൂച്ച എടുക്കാനാ പറഞ്ഞത്. ഇത് എന്റെ തെറ്റല്ല. നീ എപ്പോഴും പകുതി കാര്യം പറഞ്ഞിട്ട് പെട്ടെന്ന് ബോധം കെട്ട് വീഴും. ഇപ്രാവശ്യം ഒട്ടും പിഴക്കില്ല. ഡയറക്റ്റ് ആയിട്ട് വീടച്ചാക്കിയ. അല്ല, ഞാൻ നിങ്ങളോട് നേരത്തെ സോറി പറഞ്ഞതല്ലേ. പിന്നെ എന്തിനാ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? വേറൊന്നിനുമല്ല, നിന്റെ ഈ ബോക്സ് കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ്. മര്യാദയ്ക്ക് ആ ബോക്സ് ഇങ്ങ് തന്നേക്കൾ. ഇല്ലെങ്കിൽ ഇടിച്ച് പപ്പടമാക്കി കളയും ഞാൻ. ഇല്ല, ഈ ബോക്സ് ഒരു കാരണവശാലും തരില്ല ഞാൻ. നിന്റെ ചെവിയിൽ ഞാനൊരു ഐഡിയ പറയട്ടെ. പറഞ്ഞോ. ഇവർ രണ്ടുപേരും കൂടെ എന്റെ ബോക്സ് മോഷ്ടിക്കാൻ വേണ്ടി വന്നതാ. ഇടി ഉണ്ടോ? ഓടിക്കോ. വേഗം ഓടാൻ നോക്ക്. അടിക്കവന്മാരെ, സംശയമുണ്ടോ? ഓ എടി വണ്ടി, നീ എന്തിനാ അകത്തോട്ട് പോകുന്നേ? ബോക്സ് മണ്ടൂരിന് കൊടുത്തേക്ക്. കാരണം ഞങ്ങൾ സ്ത്രീകളെ ഉപദ്രവിക്കാറില്ല. സംശയമുണ്ടോ? ഇതാ മണ്ടു, പിടിച്ചോ. അങ്ങോട്ട് സൈഡിലോട്ട് മാറി നിൽക്കേ. എന്തായാലും ഏറ്റുമുട്ടുകയല്ലേ, ഒരു ഡീക്കിന് തിരിച്ചു തരാൻ
സമ്മതിക്കടാ പ്ലീസ്. ഏറ്റുമുട്ടുകയല്ല, ഞങ്ങൾ തന്നെ ഇടിക്കുകയാണ്. എടി നീ ഓമാരോട് കൂടിയതാണോ? ക്ഷമിക്കണേ ക്ഷമിക്കണേ, ഞങ്ങളോട് ക്ഷമിക്കണേ. ഞങ്ങൾ ഈ ബോക്സിനോടുള്ള ആഗ്രഹം കൊണ്ട് വന്നതാ. ഹണി, ഈ ബോക്സിനകത്ത് എന്ത് സാധനമാ ഉള്ളത്? ഉം, ആ? ഇതാണോ വിലപിടിപ്പുള്ള വസ്തു? അതെ, ഇത് ഞങ്ങളുടെ മേഡം തന്ന ആദ്യത്തെ ടെഡിയാണ്. മേഡം എനിക്ക് എന്റെ ആദ്യത്തെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നതാ. നീ വലിയ ബുദ്ധിമാനാന്നാ നിന്റെ വിചാരം? ഈ ചെടിക്ക് വേണ്ടിയാണോ നീ എന്നെ ഇത്രയിട്ട് കഷ്ടപ്പെടുത്തിയത്? നീ വീട്ടിലേക്ക് വാ, നിന്നെ ഞാൻ ചവിട്ടിക്കൊണ്ട് പഞ്ചറാക്കും. നിങ്ങൾ കള്ളന്മാരാണ്. ആദ്യമായിട്ട് ആർക്കെങ്കിലും കിട്ടിയ സമ്മാനത്തിന്റെ വില നിങ്ങൾ മനസ്സിലാക്കില്ല. ഇനി ജയിലിലേക്ക് പോകാൻ തയ്യാറായിക്കൊള്ളൂ. മണ്ടു, ഓടിക്കോ. ബോക്സ് എടുക്കാനാ വന്നത്. ഇപ്പതാ കറക്റ്റ് ബോക്സ് ചെന്ന് വീണു.